പേടിക്കണ്ട കേട്ടോ, ഇത് ഞാൻ തന്നെയാണ്. ഒരു അടിപൊളി ഫേസ് പാക്ക്, പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു ആയുർവേദിക് ഫേസ് പാക്ക് നിങ്ങളെ തപ്പിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇതാണ് കേട്ടോ റിസൾട്ട് ലൈവ്. അപ്പൊ ഇതാ ഫേസ് മൊത്തത്തിൽ കഴുകിയിട്ട് വന്നിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. ഗ്ലോ ആക്കുന്നുണ്ട്, ബ്രൈറ്റ്. ഹേ ഫാം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്കോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെറും ഫേസ് പാക്ക് അല്ല, ഒരു ആയുർവേദിക് ഫേസ് പാക്ക് ആണ്. അപ്പൊ ആ ഫേസ് പാക്ക് കാണിച്ചു തരുന്നതിന് മുമ്പ് അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മുടെ ഫേസിലുള്ള ആക്നി റെഡ്യൂസ് ചെയ്യാനും പിന്നെ ആക്നി വന്നിട്ടുള്ള കുറച്ച് പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, കുരു വന്ന കുഞ്ഞു കുഞ്ഞു പാടുകൾ കേട്ടോ, അതൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ ഫേസിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പുറത്തൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുരുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫേസിൽ മാത്രമല്ല, നമ്മളുടെ കൈമുട്ടിലുള്ളതും കാൽമുട്ടിലുള്ള എല്ലാ ഈ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം, പാടുകളൊക്കെ പോകും. നമ്മുടെ പിമ്പിൾസ് കൊണ്ട് വന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ പോകും കേട്ടോ. ദതത് പോലെയുള്ള പാടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വീണിട്ട് ഫേസിലുണ്ടായ പാടും അതൊന്നും പോകില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു പാടാണെങ്കിൽ പോകും. ഇപ്പൊ പിമ്പിൾസ് ഒക്കെ ഉണ്ടായി അതൊന്നും നല്ല മാന്തി പൊട്ടിച്ച് വല്ല കുഴി പോലെയൊക്കെയാണ് പാടുണ്ട് എന്ന് വെച്ചാൽ അതെന്തായാലും പോകാൻ ചാൻസസ് ഇല്ല കേട്ടോ. പിന്നെ അടുത്തൊരു സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടും പിന്നെ സിസേഴ്സൊക്കെ വലിച്ചിട്ട് നമ്മളുടെ ലിപ്പൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കണേ. ഞാനൊക്കെ പ്രത്യേകിച്ചിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഒന്നാമത് ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മാറ്റാൻ ഇത് അടിപൊളിയായി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ലിപ്പിലുള്ള ഒരു ഡാർക്ക്നെസ് മാത്രമല്ല, നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് ചിലവർക്ക് ഇങ്ങനെ ഡാർക്കായിട്ട് വരും. അപ്പം അതൊക്കെ മാറ്റിയെടുക്കാൻ ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ കഴുത്തിൻ്റെതാ ഇവിടെയൊക്കെ ചുറ്റും ഡാർക്കാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ ഇത് അടിപൊളിയായിട്ട് റിസൾട്ട് തരും. പിന്നെ ആയുർവേദിക് ഫേസ് പാക്ക് ആണ്, സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല, കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മളുടെ ഫേസ് കാം ആൻഡ് റിലാക്സ് ആയിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും, ആൻറ്റി ഏജിങ് ഉണ്ടെന്ന് വെച്ചാലും, റിങ്കിൾസ് ഒക്കെ വരികയാണെന്ന് വെച്ചാലും അതൊക്കെ ഒന്ന് മാറ്റി അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റി ഈവൻ സ്കിൻ ടോൺ ആക്കാനും പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നന്നായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എന്താണ് ഞാൻ ഇത്രയും ഘോരമായിട്ട് പൊക്കി പൊക്കി പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് ഈ ഒരു ഐറ്റം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മളുടെ രക്തചന്ദനം കേട്ടോ. റെഡ് സാൻഡൽ വുഡ് പൗഡർ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. നമുക്കിത് രക്തചന്ദനമാണ് കേട്ടോ. അപ്പം ഇത് എല്ലാ ആയുർവേദിക് ഷോപ്പിലും കിട്ടും. കോട്ടയ്ക്കലാണെന്ന് വെച്ചാൽ അവിടെയും കിട്ടും കേട്ടോ. ബെറ്റർ ഓപ്ഷൻ വാങ്ങിക്കുന്ന ടൈമിൽ ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള രക്തചന്ദന പൗഡർ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു റെഡ് കളറിലുള്ളതാണ് നമ്മുടെ രക്തചന്ദന പൗഡർ. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 രൂപയാണ് കേട്ടോ വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പോരാത്തതിന് ആയുർവേദം കൂടിയാണ്. ഇത് യൂസ് ചെയ്യേണ്ട ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കറക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഈ ഒരു കുറച്ച് രക്തചന്ദനം എടുക്കുക, അതിൻ്റെ ഒപ്പം റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് എന്തൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് പാച്ച് ടെസ്റ്റ് ആണ്. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്ന് വെച്ചാലും യൂസ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് വന്നു എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ഡ്രൈ സ്കിന്നുകാരാണ്, കോമ്പിനേഷൻ സ്കിന്നുകാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേടിൻ്റെ ഒപ്പവും പാലിൻ്റെ ഒപ്പവും എന്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ റിസൾട്ട് തരുന്നത്, ബീട്രൂട്ട് ജ്യൂസ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം, ഇല്ല തക്കാളിൻ്റെ നീരാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് തരുന്നത് ഇറിറ്റേഷൻ ഇല്ലാത്ത ഐറ്റംസുമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അങ്ങനെയാണ് സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം.
എന്താണ് ഇതാ ഒരു പാത്രം എടുക്കുക. ഇതാ ഇതൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. പൊട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാൽ. പിന്നെ അധികം ചിലവൊന്നുമില്ല കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 50 രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ടൊരു ഫേസ് പാക്ക്, ഒരു ആയുർവേദിക് ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ 2 ടൈപ്പ് അവൈലബിൾ ആണ്. പൗഡർ ആയിട്ടും അവൈലബിൾ ആണ്. പിന്നെ ഇതാ എന്താണ് മരത്തിൻ്റെ കഷ്ണമായിട്ടും ഇത് കിട്ടും കേട്ടോ. ഇവിടെ ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ. വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത് എടുക്കരുത് കേട്ടോ. അപ്പം ഇതാ കുറച്ചെടുക്കണുള്ളൂ. ഈ ഒരു പാത്രം വേണ്ട, ഇത്രയും വലിയ പാത്രമൊന്നും വേണ്ട, ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നാലും ഇങ്ങനെ വെച്ച് തേക്കുന്ന ടൈമിൽ മൊത്തം പുറത്തു പോകും. അതുകൊണ്ടാണ് ഈ ഒരു വലിയ പാത്രം എടുത്തത് കേട്ടോ. അപ്പം അതാ ഞാൻ ഇവിടെ ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്, ഡ്രൈ സ്കിൻ ആരാണെന്ന് വെച്ചാൽ പാലോ കേടോ എന്ത് വേണമെന്ന് വെച്ചാലും എടുത്തു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അതാ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അലോവേര ചേർക്കുക കേട്ടോ. അലോവേര ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാലെടുക്കുന്ന ടൈമിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം പോലെ ആക്കരുത്. കുറച്ച് കട്ടിക്ക് വേണം. കുറച്ച് നമ്മുടെ മാവൊക്കെ ഉണ്ടല്ലോ, ദോശമാവൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കട്ടിക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു കട്ടിയിൽ വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മറക്കരുത്, കഴുത്തിലും കൂടെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യേണ്ട. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാതെയും ശ്രദ്ധിക്കണം. അങ്ങനെ ഇതാ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ലൈവ് റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ലൈവായിട്ടുള്ള റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫേസ് ഈ ഒരു ഭാഗം കഴുകിയിട്ടുള്ള ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ. കാണിച്ചു തരാനല്ല, കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് യൂസിലുള്ള റിസൾട്ട് കേട്ടോ. അപ്പം എന്തായാലും ഫേസ് ഒന്ന് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് ഫേസ് ഒന്ന് മൊത്തത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫേസ് ഒന്ന് ഭയങ്കരമായിട്ട് ക്ലിയർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ ഒന്ന് സ്മൂത്ത് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അധികമായ അമൃതം വിഷമാണല്ലോ. അപ്പം ഈ ഫേസ് പാക്കിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സും കൂടെ ഞാൻ പറയാം. ഏതൊരു ഫേസ് പാക്ക് ആണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഭയങ്കര ഡൾ സ്കിന്നാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സ്കിന്നിനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കണം, കൂളാക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ എൻ്റെ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓവർ യൂസ് നമ്മൾക്ക് റെഡ്നെസ്സും ഇറിറ്റേഷനൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഓവർ യൂസ് ചെയ്യരുത്. പിന്നെ നമുക്ക് പേടിക്കാനുമില്ല, ആയുർവേദിക് ഫേസ് പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽസും സൈഡ് എഫക്ട്സും അധികമില്ല. എന്നാൽ കൂടെ ഒരുപാട് ഇത് യൂസ് ചെയ്യരുത്. ആഴ്ചയിൽ ഞാൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഒരു 3 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ 10-15 മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി. അധിക നേരം ഇത് വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. അതുകൊണ്ട് കൂടുതൽ നേരം വെക്കേണ്ട. അഥവാ ഓവർ ഡ്രൈ ആയിന്ന് വെച്ചാൽ കഴുകുന്ന ടൈമിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കഴുകണം കേട്ടോ. അങ്ങനെ ആ ഫേസ് പാക്ക് ഇങ്ങനെ ഫേസ് വെച്ച് ആക്കരുത്, കാരണം ഭയങ്കര സോഫ്റ്റായ സ്കിന്നാണ് നമ്മുടെ ഫേസിലുള്ളത്. അപ്പോൾ അതൊക്കെ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട് വന്നിട്ട്. എന്തായാലും നിങ്ങൾ ഒരിക്കൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറയണ്ടല്ലോ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ, ലവ് യു ആൾ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കണേ.